ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDF പ്രചാരണ രംഗത്ത് സജീവമായപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ ഈ സ്വർണ്ണക്കൊള്ള എന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന ഒറ്റ വിഷയം കൊണ്ട് UDF സാധിക്കുമോ? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന് ആവർത്തിച്ച് UDF നേതാക്കൾ പറയുമ്പോൾ പോലും മറ്റെന്തൊക്കെ വിഷയങ്ങളായിരുന്നു അവർ പ്രധാനമായും പ്രചാരണായുധമാക്കി ഉയർത്തിക്കാട്ടിയത്? ഒരു രാത്രി കൂടി പുലരുന്നതോടുകൂടി സംസ്ഥാനത്തെ 7 ജില്ലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായും UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. കാരണം തുടർച്ചയായി 9 വർഷത്തിലധികം സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ആ ഭരണവിരുദ്ധ വികാരം അനുകൂലമാക്കുമെന്നത് തന്നെയാണ് UDF പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിൽ പലപ്പോഴും UDF അനുകൂലമായ ഒരു സാഹചര്യം, ഒരു പ്രചാരണ വിഷയങ്ങളായാൽ അടക്കം UDF അനുകൂലമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു. CPM സംബന്ധിച്ച് CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ CPM അടുത്ത് ബന്ധമുണ്ടായിരുന്ന വാസുവും അടക്കമുള്ള ആളുകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം. അവർ ജയിലിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. അത് മാത്രമല്ല, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, PMC വിഷയവുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിൽ LDF മുന്നണിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും, അങ്ങനെ പൂർണ്ണമായും അനുകൂലമായി UDF അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്നു എന്ന ഇടത്തു നിന്നാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകുന്നു. ആ പരാതിയെ തുടർന്ന് പിന്നീട് അത് വലിയ സജീവ ചർച്ചയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതായത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ LDF BJP ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ നിരയിൽ നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധത്തിന്റെ നിരയിൽ നിന്നിരുന്ന UDF പക്ഷെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്നതോടുകൂടി ആ പ്രതിരോധം വിട്ട് ആക്രമണത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമാനമായ സാഹചര്യമുള്ള നിരവധി ആളുകൾ LDF-ലുണ്ട്, LDF-ന്റെ ഭാഗമായുണ്ട്, CPM-ലുണ്ട്. മുകേഷ് MLA, അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ആരോപണം നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. പത്മകുമാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. മന്ത്രിസഭയിലുള്ള ഗണേഷ് കുമാർ സമാനമായ ആരോപണം നേരിട്ട ആളാണ്. അവർക്കൊക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന മറുചോദ്യം ഉയർത്തിക്കൊണ്ടാണ് UDF, കോൺഗ്രസ് CPM-നെയും LDF-നെയും നേരിട്ടത് എന്നതാണ് പിന്നീട് അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച. പക്ഷെ പിന്നീട് മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ ചർച്ചയായതോടുകൂടി സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞുവെന്ന പൊതുവായ വിലയിരുത്തൽ കൂടി UDF-നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് UDF ഏറ്റവും ഒടുവിൽ വീണ്ടും ആ വിഷയം തന്നെ സജീവ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവസാന ഘട്ടത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയായിരുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ മുഖമായ ഒരാൾ, അയാൾ ജയിലിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും മാത്രമല്ല, മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളിക്കെതിരെയും ആരോപണത്തിന്റെ മുന തിരിച്ചുവിടാനുള്ള മനഃപൂർവ്വമായ ശ്രമവും പ്രചരണവും ഒക്കെ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും സജീവമാക്കി സ്വർണ്ണക്കൊള്ളയും ഒപ്പം സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, അത്തരം വിഷയങ്ങൾ വീണ്ടും സജീവ ചർച്ചയാക്കാനുള്ള ഒരു ശ്രമമാണ് ഏറ്റവും ഒടുവിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ജമാഅത്തെ ബന്ധം ആരോപിച്ചുകൊണ്ട് UDF-നെ വീണ്ടും കടന്നാക്രമിക്കാൻ ഏറ്റവും ഒടുവിൽ 2-3 ദിവസങ്ങളായി മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിച്ച് പലയിടങ്ങളിലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന ആരോപണമാണ് മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടി സെക്രട്ടറിയും